അങ്ങനെ ലോകത്തെ ഏറ്റവും നല്ല കാർ എന്നറിയപ്പെടുന്ന ടെസ്ല കാർ ഇന്ത്യയിലും ഇറങ്ങാൻ പോകുന്നു. ബോംബെയിലും ഡൽഹിയിലുമായ ഷോറൂമുകളിലൂടെയാണ് ടെസ്ല കാർ വിൽപ്പന ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഷോറൂമിൽ പോയാൽ കാർ കിട്ടുന്നതല്ല, നേരിട്ട് കാർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതല്ല. പകരം നമ്മൾ മൊബൈൽ ഫോണൊക്കെ മേടിക്കുന്ന പോലെ മറ്റു ചെറിയ ചെറിയ വസ്തുക്കൾ ഓൺലൈനിലൂടെ മേടിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ടെസ്ല കാർ വാങ്ങാനുള്ള ഒരു അവസരമാണ് എലോൺ മസ്ക് ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കുന്നത്. എല്ലാ മോഡലുകളും ഓൾമോസ്റ്റ് മോഡലുകളും നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഏതൊരു വസ്തുക്കളും സിമ്പിളായി മേടിക്കുന്ന പോലെ പേയ്മെന്റ് അടയ്ക്കണ്. അതേപോലെ അതിന്റെ ഇൻസ്റ്റാൾമെന്റ്, ബാങ്ക് എല്ലാ ഇടപാടുകളും നിങ്ങൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്ത് പണമടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തും എന്നുള്ളതാണ് ഏറ്റവും ഗുഡ് ന്യൂസ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ടെസ്ല നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതും കൂടി ഒരു അടുത്ത വാർത്ത കേട്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ അസംബിൾഡ് വണ്ടി അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിതരണം ചെയ്യും. അതോടൊപ്പം അതിനുശേഷം ഇന്ത്യയിലും ഇത് വിതർമ്മിച്ച് വിദേശ രാജ്യത്തേക്ക് പോലും എക്സ്പോർട്ട് ചെയ്യാൻ പോലും ഇതാ ടെസ്ല ഒരുങ്ങിക്കഴിഞ്ഞു. ആദ്യം ഇറങ്ങുന്നതൊന്നും അത്ര ആഡംബര കാറുകളായിരിക്കാൻ സാധ്യതയില്ലെന്നാണ് കേൾക്കുന്നത്. ഒരു 30-40 ലക്ഷം രൂപയ്ക്ക് ഇടയിൽ സാധാരണ ഇന്ന് ഒരു പ്രീമിയം വെഹിക്കിൾ വിൽക്കുന്നവരെ കടപിടിക്കുന്ന മഹീന്ദ്രയും മറ്റ് ടാറ്റേനൊക്കെ ഒന്ന് കൂട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം മത്സരിക്കാനാണ് ടെസ്ല ആഗ്രഹിക്കുന്നത്. ഏതായാലും ടെസ്ലയുടെ വരവ് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേഖലയിൽ ഒരു വലിയ ഉണർവായിരിക്കും, വലിയ ബിസിനസ് സാധ്യതയാണ് തുറക്കാൻ പോകുന്നത്. എനിവേ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിലും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ചൈനയിലെ ടെസ്ല ചെറപറ വിൽക്കുന്നുണ്ട്. റോട്ടിൽ എവിടെ പോയാലും ഒരു ടെസ്ല കാണും. ഞാനിത് ഇപ്പോൾ ഇരിക്കുന്നത് ചൈനയിലാണ്. ഇതേ റോട്ടിലൂടെ പോകുന്ന കാറുകളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് നിരീക്ഷിക്കാം. ഒരു 10 ഇലക്ട്രിക്കൽ കാർ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അത് 2 ടെസ്ലയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്തായി ടെസ്ലക്ക് ചൈനയിൽ വലിയ ഒരു മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട്. BYD ഇങ്ങനെ അടിച്ചു കയറുകയാണ് അല്ലെ. ആ BYD കാറുകളാണ് ഇന്ന് നിരത്തിലെ 60% ഇന്ന് ചൈനയിൽ കീഴടക്കിയിട്ടുള്ളത്. എനിവേ BYDയും ടെസ്ലയും മഹീന്ദ്രയും അതുപോലെ ടാറ്റയും ഒക്കെ ഇനി ഇഞ്ചോട് ഇഞ്ച് മത്സരിക്കാൻ പോകുന്നതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സിന് ഏറ്റവും ഗുണം ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് കാത്തിരിക്കാം. ആ മത്സരത്തിൽ നമുക്ക് നല്ല പ്രൈസിൽ കാർ സ്വന്തമാക്കാനുള്ള ബെസ്റ്റ് അവസരമാണ്. ഇപ്പൊ ഒരു ഹോട്ടലിന്റെ മുകളിലാണ്. നമുക്ക് ഈ ടൗണിന്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ ഓരോ കാറുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇവിടുന്നാട് തൊട്ടിട്ട് ആ അറ്റം വരെ ചാർജറാണ്. എത്ര പോലെയാണ് നിങ്ങള് അതാ അവിടുന്നാട് തുടങ്ങി 1, 2, 3, 4. അതിന്റെ കൺട്രോളറൊക്കെ വലിയൊരു യൂണിറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. 5, 6, 7, എന്താ കഥ അല്ലേ, 8, 9, ഇത് ഹൈബ്രിഡാണ്. 10, 14 എണ്ണപ്പോൾ ചാർജ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ കുറേ ഗ്യാപ്പ് ഉണ്ട്. ഏകദേശം 20ഓളം കാറുകൾ അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ ഒരു നിരയിലാണ് ഈ വെച്ചിട്ടുള്ളത്. ചൈനയിലെ ഒരു സ്ട്രീറ്റിലാണ്. കാരണം ഇവിടുത്തെ ഓൾമോസ്റ്റ് വണ്ടി 60% EV ആയി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ഇലക്ട്രിക് ബൈക്ക് മാത്രമേ ഉള്ളൂ, ഇതുപോലത്തെ ബാറ്ററി ബൈക്ക് ഇവിടെ ഉള്ളൂ. എൻജിൻ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒന്നുമില്ല. ഈ നിരങ്ങനെ നോക്കിയാൽ 10ൽ 6ഉം EV ആയിരിക്കും. ഇനി 100% EVയിലേക്ക് ചൈന അടുത്ത കാലത്ത് അധികം വൈകാതെ തന്നെ എത്തും, നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് EVകളുടെ എന്തെല്ലാം നമ്മൾ കാണാത്ത ഒത്തിരി മോഡലുകളൊക്കെ ഉണ്ട്. വോക്സ്വാഗൻ്റെ EV, ഇഡിലം EV, EVയുടെ ഹോട്ടലും റെസ്റ്റോറൻറ്റും. ടെസ്ല വരും, നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ ഈ സാധനം. ഇന്ത്യയിലെ രാജകീയ ഇലക്ട്രിക് വണ്ടിനെ കാണാം നമുക്ക്. ഷിയോമി MIയുടെ കാറ് റോട്ടിൽ ഒരുപാട് ഇറങ്ങി. ചൈനയിൽ ഇതാ അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ എല്ലാം ഭംഗിയായിട്ട് അലങ്കരിച്ചു. ചാർജിങ് സ്റ്റേഷൻ അത്യാവശ്യം വലിയ കാറാണ്, വലിപ്പമുള്ള കിടിലം കാറ് അല്ലേ. കിടിലം കാറ് ഡെമോ വെച്ചാണല്ലേ, സെയിൽ പ്രൊമോഷൻ തന്നെയാണ്. ഓക്കെ, 2-3 ആക്കി കിടന്നുറങ്ങാം. ഞാൻ സീറ്റ് മലക്കാതെ തന്നെ അല്ലേ, ഉള്ളിലെ സീറ്റ് മറിക്കാതെ തന്നെ ശരിക്ക് ഒന്നിങ്ങനെ കാലൊന്ന് ചരിച്ചാൽ കിടന്നുറങ്ങാം. അതിൻ്റെ എഴുതി വെച്ച് ഇതാണ് എൻ്റെ കാറിൻ്റെ മേലെ തന്നെ എഴുതി വെച്ചേക്കണം. ഇതിൻ്റെ വാട്ട്സ്, കപ്പാസിറ്റി,
21,000 RPM ഉണ്ടോ, അതാണ് ഇതിൻ്റെ. എല്ലാ ഒട്ടുമിക്ക നല്ല ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ നിർമ്മാണ കമ്പനിയും EVയിലേക്ക് വന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ചാർജർ രണ്ടുമുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആണത്. ചൈനയിലെ ലോക്കൽ ബസ് എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആണ്. കണ്ടോ അവനാമ്പടി സ്റ്റോപ്പ് പലയിടത്തും നിർത്തുന്ന, എവിടേക്ക് കയറിയാലും 2 റിമംബർ ടൗണിൽ കേട്ടോ. ഭയങ്കര കളർഫുൾ ആണ് ആ ബസ്. ഇത് അപ്പുറത്ത് വേറൊരു ബസ് പോകുന്നുണ്ട്.